ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ബീഫ് വെച്ചിട്ടുള്ള ഒരു കോയടയാണ്. ഇത് ഒരു മലബാർ സ്പെഷ്യൽ ഐറ്റമാണ്. ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ആ കുക്കറിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളാക്കി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 10 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇതിലേക്ക് ആവശ്യമായ 8 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 25 അല്ലി വെളുത്തുള്ളിയും 2 തുടം ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട്. സവാളയുടെ കനം കുറച്ച് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞതും മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഉരുളിയെടുത്ത് അടുപ്പിൽ വെക്കാം. ഉരുളി ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി കിട്ടാനായി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചതച്ചെടുത്ത ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ച കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ചുവട് കട്ടിയുള്ള പാത്രമായതിനാൽ നമുക്കിത് തീ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വാടി വരട്ടെ. നന്നായി ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു നുള്ള് ഗരം മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ ബീഫ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫും സവാളയും കൂടി നന്നായി ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് വരാനായി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെയെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അടി എല്ലാം നമുക്ക് നന്നായി മറിച്ച് കൊടുക്കേണ്ടത്. അടിയിൽ പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ വിടാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നല്ല മൊരിഞ്ഞ പോലെ വരണം. അപ്പോഴാണ് നമ്മുടെ കോഴിവടൻ്റെ ഈ ഉള്ളി ബീഫും ഒന്ന് തയ്യാറായി കിട്ടും. ഇങ്ങനെ ഞാൻ 3/4 മണിക്കൂറോളം ഇളക്കിയെടുത്തു തീ ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം. അങ്ങനെ എൻ്റെ കോഴിവടൻ്റെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പുള്ളതിനാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ എൻ്റെ ബീഫിൻ്റെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. 3/4 മണിക്കൂറിന് ശേഷമാണ് എൻ്റെ ബീഫിൻ്റെ മസാല എനിക്ക് റെഡിയായി കിട്ടിയത്. ഇനി നമുക്കിത് ചൂടാറാൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം.
4 കപ്പ് മൈദ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് ഈ മൈദയിലേക്ക് ആ വെള്ളം കുറേശ്ശെയായി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. കൈ വച്ച് നന്നായി ഒന്ന് കുഴച്ച് ഒരു ബോൾ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്ത നമ്മുടെ മൈദയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പശുവിൻ നെയ്യ് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. കുഴച്ചെടുത്ത മാവിൽ നിന്നും നമുക്ക് കുറച്ച് ഉരുട്ടിയെടുത്ത് നമ്മൾ ഇത് മേശമേലിട്ട് നന്നായി ഒന്ന് വലിപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൻ്റെ ചെറിയ മൂടിയെടുത്ത് ഇതുപോലെ നമുക്ക് വട്ടത്തിൽ മുറിച്ച് മാറ്റി വെക്കാം. ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബീഫ് ഫില്ലിങ് വെച്ച് കൊടുത്ത് വളരെ മനോഹരമായി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്ത് പൂ പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെയാണ് കോഴിവടക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ മടക്കി വേണം കോഴിവട തയ്യാറാക്കാൻ. ഇങ്ങനെ എല്ലാ കോഴിവടയും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഫില്ലിങ് നിറച്ച് കൊടുക്കാനേ പാടുള്ളൂ. കുറച്ച് വെച്ച് കൈവച്ച് ഒട്ടിച്ച് ഇതുപോലെ മുടഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ നമ്മുടെ കോഴിവട ഇവിടെ റെഡിയാവും. ഞാനിതാ ഇവിടെ ഒരുപാട് കോഴിവട തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്കൊരു 1 കിലോ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കോഴിവട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴിവടയെല്ലാം അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ആയി കിട്ടും. അപ്പുറപ്പുറവും മുരിഞ്ഞ് വന്നാൽ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ എൻ്റെ കോഴിവട തയ്യാറായി കഴിഞ്ഞു. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കുകയാണ്. വളരെ രുചികരമായ ഈ കോഴിവട നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും എനിക്ക് നൽകണേ. ഓക്കേ, ബൈ.